ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഓക്കെ, ഉണ്ണിയപ്പം നമ്മൾ 2 തരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഗോതമ്പ് ഉണ്ണിയപ്പം ഉണ്ടാക്കി, അല്ലാതെ അരി വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കി അരിപ്പൊടിയിൽ. ഇന്ന് ഇത് രണ്ടുമല്ല, വ്യത്യാസമുണ്ട്. ഇതൊരു ഫ്രൂട്ടായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതൊരു മാമ്പഴം കൊണ്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. മാമ്പഴം ഉണ്ണിയപ്പം ഭയങ്കര നല്ലതല്ലേ? ഈ മാമ്പഴമൊക്കെ കിട്ടുന്ന സമയമായി കഴിഞ്ഞല്ലോ. മാമ്പഴമൊക്കെ വന്നു തുടങ്ങി. ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ, ഒരു മാമ്പഴം ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമാവും എന്തായാലും. വീട്ടിൽ മാമ്പഴം ഉള്ളവർക്ക് ഏറ്റവും നല്ലത്. നമ്മൾക്ക് ഇവിടെ മാമ്പഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിയതാണ്. ആദ്യം ചെയ്യേണ്ട കാര്യം, ഗോതമ്പ് മാവിലാണ് നമ്മളിത് ചെയ്യാൻ പോണേ. അപ്പോൾ അരിപ്പൊടിയിലും ചെയ്യാം, പക്ഷേ എനിക്ക് അത് ഗോതമ്പ് മാവിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പോൾ മാമ്പഴം കുറച്ചെടുത്തിട്ട് കഷ്ണങ്ങളാക്കി ഒന്ന് അരച്ചെടുക്കാം. ഓക്കെ, ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അരച്ച് ഒരു പൾപ്പാക്കി എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണേ. ഓക്കെ, തുടങ്ങിയാലോ? തുടങ്ങാം. മാമ്പഴം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് മാമ്പഴം എടുക്കുക. പക്ഷേ ഏറ്റവും നല്ല മധുരമുള്ള നല്ല മാമ്പഴം എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ മാമ്പഴത്തിലേക്ക് ഇത് 2 പ്രാവശ്യമായിട്ട് അരയ്ക്കാൻ എനിക്ക് തോന്നുന്നു. ചെറിയ ബൗളായതുകൊണ്ട് ഞാൻ 2 ടൈംസ് ആയിട്ട് എടുത്ത് ചെയ്യാൻ പോകണം. 3/4 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടി ചേർത്ത്, മാമ്പഴം 2 മീഡിയം പ്ലസ് 3/4 കപ്പ് പഞ്ചസാര ചേർത്തൊന്ന് പേസ്റ്റായിട്ട്, ഒരു പ്യൂറി ആയിട്ട് അരച്ചെടുക്കാം. അങ്ങനെ 3/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് പകുതിയായിട്ട് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. ഓക്കെ, അരഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇങ്ങനെ ഇതുപോലെ മാജിക് അവനിൽ വിഷു സീസണിലും മറ്റോ എപ്പോഴും ചെയ്തൊരു റെസിപ്പിയാണ്. എപ്പോഴും വിഷു എന്ന് പറയുമ്പോൾ കുറച്ച് വലുതായി, അതായത് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിപ്പുറം വെച്ച് വിഷുവിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ കൂടുതലും മാജിക് അവൻ്റെ സ്പെഷ്യൽ എപ്പിസോഡ്സിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം ഓരോ പ്രാവശ്യവും അതിന് വേണ്ടി പ്ലാൻ ചെയ്ത് ഔട്ട്ഡോർ പോയൊക്കെ ഷൂട്ട് ചെയ്ത്, അന്ന് ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ പരിപാടിയൊന്നും ഇല്ലായിരുന്നല്ലോ. എപ്പോഴും നമ്മൾ സ്റ്റുഡിയോ പോലെ ഒരു ഫ്ലോറിനകത്ത് അല്ലെങ്കിൽ ഒരു കിച്ചണിനകത്ത് നിന്ന് കുക്ക് ചെയ്ത് കാണിക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ എപ്പിസോഡ്സ്, ഓണം, ക്രിസ്മസ്, പിന്നെന്താ പറയുക, വിഷു, അതൊക്കെയാണ് നമ്മൾ ഔട്ട്ഡോർ പോയി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ആ സമയത്ത് അങ്ങനത്തെ എപ്പിസോഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ. രണ്ടാമത്തതും റെഡി. അപ്പോൾ ടോട്ടൽ മാമ്പഴവും ഞാനിങ്ങനെ അരച്ചെടുത്തു. പഞ്ചസാര ചേർത്ത് അരയ്ക്കുന്നതുകൊണ്ട് ഇങ്ങനെ കുറച്ചൊന്ന് ലൂസായി വരും. അതും കൂടി അലിഞ്ഞ് വരുന്നത് കൊണ്ട് ഇതാണ് പാകം. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? മിക്സ് ചെയ്യാം. കുഴക്കൽസ്, അതിനായിട്ട് ഇതാണ് നമ്മളുടെ ആട്ട, ഗോതമ്പ് മാവ് എടുക്കുന്നു. 1 കപ്പ് ഇപ്പം ഞാൻ എടുത്തു. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് ബാക്കി തീരുമാനിക്കും. ഇനി പാത്രത്തിലിരിക്കുന്ന എല്ലാം കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്ക്രീപ്പ് ചെയ്ത് എടുത്തിട്ട് അതും കൂടി ചേർക്കാം. കറക്റ്റ്. ഓക്കെ, കട്ടൊന്നും ഉണ്ടാവില്ല. നല്ലതായിട്ട് ഈസി ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിപ്പോൾ 2 ഇടത്തരം മാമ്പഴം എന്ന് പറഞ്ഞു. അപ്പോൾ ആ 2 സൈസ്, ആ ഒരു മീഡിയം സൈസിൽ 2 മാമ്പഴം ആണെങ്കിലാണ് കറക്റ്റ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി അതിലെന്തെങ്കിലുമൊക്കെ ചെറിയ വേരിയേഷൻസ് വന്ന് നിങ്ങൾക്കത് പോരാ, ആ പ്യൂറി പോരാ, ഈ ഒരു, അതായത് നമ്മളിങ്ങനെ തവിന്ന് കോരി ഒഴിക്കുമ്പോൾ അതിലേക്ക് ഇങ്ങനെ വീഴണം, അതാണല്ലോ പാകം. അത് പോരാ, മാമ്പഴത്തിൻ്റെ ആ ഒരു ചാറ് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ, പ്യൂറി തികയില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഓക്കെ, ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിവിടെ നോക്കിക്കോളൂ. ഇനി കുറച്ച് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും ഇതൊരു 1.5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്. അത് ടേസ്റ്റാണ് കേട്ടോ, എത്ര ഇട്ടാലും ടേസ്റ്റാണ്, കടിക്കാൻ കിട്ടും. പിന്നെ വേണ്ടത് എള്ള്, കറുത്ത എള്ള്. അതൊരു 1/2 ടീസ്പൂൺ ചേർക്കാം. 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. ഇനി ഏലക്ക പൊടിച്ചത്, അതും ഒരു ടീസ്പൂൺ വരെ ഇടാം. ഏലക്കാപ്പൊടി നല്ല മണമായിരിക്കും. ഒന്നുകൂടി നന്നായിട്ട് ഒരു കാര്യം കൂടി ചേർക്കാം, അതായത് 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഓക്കെ, 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തു. ആഹാ, കാണുമ്പോൾ തന്നെ അറിയില്ലേ എന്തായിരിക്കും അതിൻ്റെ സ്വാദ്. ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട്, കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒഴിച്ചാൽ വീഴണം, അതാണ് പാകം.
നോക്കിക്കോളൂ. അതെ ഇങ്ങനെ സ്പൂണിൽ നിന്ന് ആക്കുമ്പോൾ ഇതിങ്ങനെ വീഴുക. അത്രേ ഉള്ളൂ. കഴിഞ്ഞു. അത്രേ ഉള്ളൂ. വേണമെങ്കിൽ ഒരു ചെറിയൊരു നുള്ളുപ്പും കൂടി ചേർക്കാം കേട്ടോ. ശരി, അതും കൂടി ഉള്ളത് നല്ലതായിരിക്കും. മധുരമാണെങ്കിലും ഒരല്പം ഉപ്പ് വേണ്ടേ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാം കുഴച്ച് കഴിഞ്ഞല്ലോ. ഇനി ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കുക. ഹാഫ് ആൻ അവർ മാറ്റി വയ്ക്കണം, അരമണിക്കൂർ. അപ്പോൾ ഇത് നല്ല പദം വരും. മാവ് നന്നായിട്ട് ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ് എങ്കിലും കുറച്ചുകൂടി ഒന്ന് നല്ല ഇതായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി തുടങ്ങാം. ഓക്കെ, ഞാൻ മാറ്റി വയ്ക്കാൻ പോകുന്നു. അപ്പോൾ മാവ് കലക്കി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായി. ഇതേ അങ്ങനെ തന്നെ ഇരിക്കുന്നു കേട്ടോ, അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ആൻഡ് ഇപ്പോൾ ചെയ്യാൻ പോണ കാര്യം എണ്ണ ഒഴിക്കുക അല്ലേ. അതായത് എണ്ണ ഒഴിച്ച് ഇങ്ങനെ ഇത് നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പക്കാര, അതിലേക്ക് എണ്ണ ഒഴിച്ച് വയ്ക്കാം. ഓക്കെ, മതി. ഇനി ഒന്ന് ചൂടാകട്ടെ. അപ്പോൾ ഇത് ഏതിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അതായത് വെളിച്ചെണ്ണയിൽ ചെയ്യാം, പിന്നെ ഏതെങ്കിലും തന്നെ റിഫൈൻഡ് ഓയിൽ ചെയ്യും. ഇതിപ്പോൾ ഞാൻ എനിക്ക് പൊതുവേ ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വറുവൽ കാര്യങ്ങളെല്ലാം ഞാൻ റിഫൈൻഡ് ഓയിലാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും തോന്നും വെളിച്ചെണ്ണയിൽ ചെയ്താൽ അത് എണ്ണ കുടിക്കും. പിന്നെ വെളിച്ചെണ്ണയിൽ ചെയ്താൽ മറ്റൊരു ഡിഫക്റ്റ് തന്നെ കുറച്ച് ദിവസം ഇതൊന്നും ഒരു ദിവസത്തിൽ കൂടുതൽ നമ്മൾ 1-2 മാക്സിമം ദിവസം കൊണ്ട് തീർക്കുന്നതാണ്. അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും വെളിച്ചെണ്ണയിൽ ചെയ്താൽ കൂടുതൽ ദിവസം വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് വെച്ചാൽ കാറലാവും, പെട്ടെന്ന് തന്നെ അത് കേടാവും, ഒരു കാറൽ ടേസ്റ്റ് വരും. അതുകൊണ്ട് തന്നെ റിഫൈൻഡ് ഓയിൽ എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇതുണ്ടാക്കുന്നത്. പിന്നെ ഇത് നെയ്യിലൊക്കെ ഉണ്ടാക്കിയാൽ ഡബിൾ ടേസ്റ്റാണ്, അത് വേറെ കാര്യം. ഈ എണ്ണയ്ക്ക് പകരം നെയ്യാകാം, ഫുൾ നെയ്യിൽ വറുത്തെടുക്കുക. ഇനി ഞാൻ ഒരു പ്രാവശ്യം അങ്ങനത്തെ ഒരു ഉണ്ണിയപ്പം കാണിച്ചു തരാം കേട്ടോ. ഉണ്ണിയപ്പം തന്നെ എന്തെല്ലാം മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഏറ്റവും നല്ല നാടൻ പലഹാരങ്ങളിലൊന്നാണ് ഉണ്ണിയപ്പം. എൻ്റെ ഫേവററ്റുകളിലൊന്നാണ് ഉണ്ണിയപ്പം, നെയ്യപ്പമൊക്കെ മൈ ഫേവററ്റ്. എനിക്ക് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലേ? അങ്ങനെയാണ്. പൊതുവേ എനിക്ക് സ്വീറ്റ്സ് ഇഷ്ടമാണെന്ന് ഞാൻ എപ്പോഴും പറയും. പക്ഷേ ഈ നാടൻ സ്വീറ്റ്സ്, നാടൻ പലഹാരങ്ങൾ അതെനിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ സ്വീറ്റ്സിനെക്കാട്ടിലും ഇഷ്ടം നാടൻ പലഹാരങ്ങളാണ്. ഇപ്പോൾ എന്താ പറയുക, പഴംപൊരി, ഉണ്ടാമ്പൊരി, പരിപ്പ് വട, ഇതുപോലെ ഉണ്ണിയപ്പം, നെയ്യപ്പം, ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്സ്. പിന്നെ മുറുക്ക് പോലെയുള്ള കാര്യങ്ങൾ ഇഷ്ടമാണ്. അല്ലാണ്ട് സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യണത്. ഹൽവ, ബോളി, ജിലേബി, ലഡു, അങ്ങനത്തെ കാര്യം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എല്ലാം ഇഷ്ടമാണ് അല്ലേ? ഏതാ ഇഷ്ടമല്ലാത്ത എനിക്ക് സ്വീറ്റ്സ് എല്ലാം ഇഷ്ടമാണ്, മധുരമുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ മാമ്പഴം ഉണ്ണിയപ്പം നമ്മൾ കലക്കി വെച്ചല്ലോ, അത് ഇരിക്കുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് ടൈറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒഴിക്കാൻ നേരം നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് ആ ഒരു കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ എണ്ണ ഏതാണ്ട് ഇങ്ങനെ ചൂടായി വരുന്നു. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇനി കോരി ഒഴിച്ച് തുടങ്ങാം. കുറേശ്ശെ നല്ല മാമ്പഴത്തിൻ്റെ മണം, ഗുഡ് ഫ്ലേവർ. ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം ഞാൻ ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, ചൂട് അഡ്ജസ്റ്റ് ചെയ്യാം. തീയുടെ ഒരു ഇവിടെ ഏറ്റവും ലോയിലിട്ടാലും ഭയങ്കര മീഡിയമാണ്. മീഡിയം എന്ന് പറഞ്ഞാലും ഹൈ മീഡിയമാണ്, ലോ അല്ല. ഇപ്പുറത്ത് നോക്കിയേ, ഇത് പതുക്കെ എനിക്ക് തോന്നുന്നു തിരിച്ചിടാറായി വരണോ. തീ ഒന്ന് കുറച്ചിട്ടിരുന്നു, അതുകൊണ്ട് ഓക്കെ. ഇനി പാകത്തിനാകട്ടെ. ഞാനിങ്ങനെ കമ്പും വെല്ലും ഒക്കെ എടുത്ത് കമ്പിയും ഒരു സ്പൂണും അത് നമുക്ക് എടുത്തു തുടങ്ങിയല്ലോ. അതേ നോക്കിയേ, ആദ്യം ഒഴിച്ചത് സെൻറ്റർ, ഇതാണ് ആദ്യത്തെ ഫസ്റ്റ് വൺ. നമ്മൾ നടുക്കല്ലേ ആദ്യം ഒഴിച്ച്. സാധാരണ വേണമെങ്കിൽ ഇങ്ങനെ കമ്പിയിൽ വേണമെങ്കിൽ നമുക്കിങ്ങനെ കുത്തിയെടുക്കാം. കുഞ്ഞുണ്ണിയപ്പം, സോ ക്യൂട്ട്. ഇത് ആക്ച്വലി ഞാൻ അധികം കുറച്ചല്ലേ, ഒരു ടേബിൾ സ്പൂണിൽ ഏതാണ്ട് ഒരു 3/4 ഭാഗം മാത്രമേ ഒഴിച്ചുള്ളൂ. അടുത്തത് നമുക്ക് കുറച്ചുകൂടി വലിപ്പത്തിൽ ഉണ്ടാക്കി നോക്കാം. ഇത് കുഞ്ഞു കുഞ്ഞു കുട്ടികൾ, കുട്ടി ഉണ്ണിയപ്പംസ്. ഇത് എണ്ണ കുടിക്കുകയൊന്നുമില്ല, അങ്ങനത്തെ പേടിയൊന്നും വേണ്ട.
പിന്നെ നമ്മളിതിൽ സോഡാപ്പൊടിയൊന്നും ചേർത്തിട്ടില്ലല്ലോ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് നാച്ചുറൽ അത്രയും പോകുന്നു. ഇനി ഇതിൽ ബേക്കിംഗ് പൗഡറോ സോഡാപ്പൊടിയോ ഒരു നുള്ളി ചേർത്താൽ, ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി വലുപ്പത്തിൽ പഫപ്പ് ചെയ്യും. അത് നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ ചേർക്കാം. ഇനി നമ്മൾക്ക് വീണ്ടും മാവെടുത്തൊഴിക്കാം. ഓക്കെ, ഇച്ചിരി കൂടുതൽ ഒഴിക്കുന്നു. ഓക്കെ, അത് ഇച്ചിരി കൂടെ വലിയ ഉണ്ണിയപ്പം ഒഴിച്ചു. അതിൻ്റെ വലിപ്പം കൂടി നമുക്ക് നോക്കാം. ഇത് ചെറുതാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ മാവ് ഒഴിച്ചപ്പോൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, കുറച്ചുകൂടി വലിപ്പത്തിലുള്ള, ഞാൻ കുറച്ച് തേങ്ങ ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ തേങ്ങാക്കത്തിൻ്റെ എക്സ്ട്രാ തേങ്ങ. ഓക്കെ, അതിങ്ങനെ കിട്ടും. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഒരു കളറാകുമ്പോൾ തന്നെ എടുത്തു തുടങ്ങാം. ഒരു സാധാരണ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു സൈസ് ആൻഡ് ഷേപ്പ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കണ്ടല്ലോ. ഇതിനകത്ത് ഒരല്പം, ഇത്ര മാവുണ്ട്, ഇതിനകത്ത് ഒരു അരനുള്ള സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഒരല്പം സോഡാപ്പൊടി അതിനകത്തേക്ക് ഞാൻ ഇടാൻ പോണു. ഇത്രയല്ലേ ഉള്ളൂ മാവ്, അത് കാരണം ഇപ്പം നമ്മുടെ ടോട്ടൽ മാവാണെങ്കിൽ നമ്മളൊരു 1/4 ടീസ്പൂൺ ഇടണം. ഇതിപ്പോൾ അത്രയും പോലും വേണ്ട. അതെ, കുറച്ച് ഒരു അരനുള്ള് എന്ന് പറയാം. സോഡാപ്പൊടി ചേർക്കുകയാണെങ്കിൽ ചേർത്തിട്ടൊരു 5 മിനിറ്റ്സ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അങ്ങനെ എല്ലാ ഉണ്ണിയപ്പവും ഉണ്ടാക്കാനായിട്ട് ഒഴിച്ചു തരും. ഇതെല്ലാം റെഡി. ഇനി ഇത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ ഇത് 6, 7, 8, 9 എണ്ണമാണ് കുഴി. ഓക്കെ, 18, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20, ഈ വലിയ സൈസാണെങ്കിൽ ഒരു 24 എണ്ണം വരെ ഉണ്ടാക്കാം. ചെറുതാണെങ്കിൽ അതിലും കൂടുതൽ എണ്ണത്തിൽ കിട്ടും. അങ്ങനെ ഉണ്ണിയപ്പം എല്ലാം റെഡി. അപ്പോൾ സാധാരണ ഉണ്ണിയപ്പത്തിൽ നിന്നും ഇതിന് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാകുമെന്ന് വെച്ചാൽ അത് ഫ്രൂട്ട് ബേസ്ഡ് ആയതുകൊണ്ട് കുറച്ചുകൂടി ഭാഗമൊക്കെ കുറച്ചുകൂടെ സോഫ്റ്റർ ആയിരിക്കും ടെക്സ്ചർ. ഇങ്ങനെ അലുക്കുകൾ പോലെ ആയിരിക്കില്ല. സാധാരണ നമ്മൾ അരി ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കാണില്ലേ, ഹോൾസ് മാതിരിയൊക്കെ ഇങ്ങനെ ചെറിയ അതുപോലെ ആയിരിക്കില്ല. ഇത് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് എടുത്തത് നമ്മൾ അല്പം സോഡാപ്പൊടി ചേർത്തു. വലിയൊരു വ്യത്യാസമില്ല, നമ്മൾ രണ്ടും ഏകദേശം വലിപ്പത്തിൽ തന്നെ കിട്ടി. ഇനി ഒരെണ്ണം എടുത്ത് ഞാനൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ലാസ്റ്റ് ഇപ്പോൾ ഭയങ്കര ചൂടാണ്, അത് വേണ്ട. അതിന് തൊട്ട് മുന്നേ ഉള്ളത് എടുക്കാം. ഇതും ചൂട് തന്നെയാണ് എങ്കിലും ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ ആയിരിക്കും. ഓക്കെ, നല്ല ചൂടുണ്ട്. കുറച്ചുകൂടെ ഒരു സോഫ്റ്റായിട്ടുള്ളൊരു ടെക്സ്ചർ. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഉറയ്ക്കുന്ന ഒരു രീതിയിലേക്ക് വരും. ഓക്കെ, നൈസ്. ആഹാ, അപ്പോൾ ഒരു മീഡിയം ലോയിലിട്ട് തന്നെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വേഗം, പുറഭാഗം എല്ലാം മൊരിഞ്ഞ് വരികയും ചെയ്യും. ആഹാ, നല്ല മാമ്പഴത്തിൻ്റെ ടേസ്റ്റ്, രസമുണ്ട്. സംതിങ് ഡിഫറെൻറ്റ്. ഉണ്ണിയപ്പമാണോന്ന് വെച്ചാൽ ഉണ്ണിയപ്പം തന്നെയാണ്, പക്ഷേ കുറച്ച് ഒരു ടെക്സ്ചർ ഡിഫറൻസ് ഉള്ള നല്ലൊരു സ്വീറ്റ് മാമ്പഴത്തിൻ്റെ സ്വാദുള്ളൊരു ഉണ്ണിയപ്പം. കഴിച്ചുകൊണ്ടേയിരിക്കും. ടേസ്റ്റ് ചെയ്യാൻ വന്ന ഞാൻ ഒരു ഹോൾ ഉണ്ണിയപ്പം കഴിച്ചത്. അത് നന്നായിട്ട് തണുത്തിട്ട് തന്നെ കഴിച്ചാൽ മതി. ഓൾമോസ്റ്റ് നന്നായിട്ട് തണുത്തിട്ട്, ഭയങ്കര ചൂടായിട്ട് കഴിക്കുന്നതിനെക്കാട്ടി എപ്പോഴും അതായിരിക്കും നല്ലത്.
അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ വീഡിയോ? ഇഷ്ടപ്പെട്ടാൽ തന്നെ ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ചെറിയ ഉണ്ണിയപ്പം, വലിയ ഉണ്ണിയപ്പം, പല ടൈപ്പ് ഓഫ് ഉണ്ണിയപ്പം നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു ശകലം സോഡാപ്പൊടിയും കൂടി ചേർത്തോളൂ, കുഴപ്പമില്ല. ഒരു 1/4 ടീസ്പൂൺ വരെ ചേർക്കാം ഇത്രയും മാവിന്. ഇവിടെ ഭയങ്കര ശബ്ദം, കാര്യം മഴ പെയ്തു തുടങ്ങി പതിവില്ലാതെ. വൈകുന്നേരം സമയമായി, ഇപ്പോൾ സമയം 5 മണി, ഒരു 4-5 മണി ആകാറായി. അപ്പോൾ ഈ മേളിൽ ഷീറ്റ് ആയതുകൊണ്ട് ഭയങ്കര ശബ്ദം. അപ്പോൾ നമ്മൾ ഇച്ചിരി നേരം മിണ്ടാതിരുന്നിട്ട് മഴ കുറയാനായിട്ട് വെയിറ്റ് ചെയ്യും. പക്ഷെ മഴ കുറയുന്നില്ല. എന്നാലും വളരെ വളരെ സന്തോഷം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, എനിക്കൊരു ലൈക്ക്, ഒരു കമൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ക്ഷമയോടുകൂടി കണ്ടുകൊണ്ടിരുന്നതിന് വളരെ വളരെ സന്തോഷം. പിന്നെ ഈ ഒരു വീഡിയോ ഫസ്റ്റ് ടൈമാണ്, അതായത് എലൻ വ്ളോഗ്സിലേക്ക് ആദ്യത്തെ പ്രാവശ്യമായിട്ടാണ് വരുന്നതെങ്കിൽ, ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ ചെയ്യുന്ന ഒരു വ്ളോഗെങ്കിൽ, തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ എലൻ വ്ളോഗ്സിൻ്റെ ഭാഗമാകാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മളുടെ എലൻ വ്ളോഗ്സ് ഫാമിലിയുടെ ഭാഗമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.